സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Hello, welcome to my channel. So last class we were discussing about Daniel cell. അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞു ഡാനിയൽ സെല്ലിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഡാനിയൽ സെല്ലിൽ എവിടെയാണ് കൺഫ്യൂഷൻ വരിക എന്ന് വെച്ചാൽ എനിക്കറിയാം. നമ്മുടെ ആ റിയാക്ഷൻ എഴുതുമ്പോൾ, അതായത് കോപ്പർ ഗിവ്സ് Cu2+, അല്ലെങ്കിൽ Ag+, അപ്പോൾ അത് നമുക്ക് ആ വാലൻസി പ്രോപ്പറായിട്ട് അറിയണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കുറേ എലിമെൻസിൻ്റെ വാലൻസി ഒന്നും നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ട. നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി. കോപ്പറിന് എപ്പോഴും +2 ഉള്ള ടെൻഡൻസി ആണ്. ഇത്രയും കാര്യങ്ങൾ, കോപ്പറും നമുക്ക് സിങ്കിൻ്റെയും +2 ആണ്. പിന്നെ സിൽവർ അത് +1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറ്. ദി ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കാരണം ഇതൊക്കെ ട്രാൻസിഷൻ എലിമെൻസിലുള്ളതാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഈ എലിമെൻറ്റ്സ് കാണിക്കുന്ന കുറച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാമെങ്കിൽ നമുക്ക് വലിയ പാടില്ല. പിന്നെ നമ്മൾ SO4 എന്ന് പറയുന്നത് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. NO3 എന്ന് പറയുന്നത് -1 ആണ്. ശരിക്കും നമുക്ക് ഇത്രയും എലിമെൻറ്റ്സേ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളൂ അല്ലേ? കോപ്പർ, സിങ്ക്, പിന്നെ മെഗ്നീഷ്യം എന്താണ്? +2 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് എലിമെൻസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയാമെങ്കിൽ അതൊരു കൺഫ്യൂഷൻ അല്ല. എനിക്ക് കമൻറ്റ് വന്നത് അതാണ്. ഡാനിയൽ സെല്ലിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. നമ്മൾ ഈ ഒരു സെല്ലും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അവർ രണ്ടാളും ഡിഫറൻസ് പറയും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളാക്കാം കേട്ടോ. അപ്പോൾ ഡൗട്ട് ഉള്ളവർ പറഞ്ഞോളൂ, എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാവാതെ. എനിക്ക് തോന്നുന്നു ആ ഒരു ഡാനിയൽ സെല്ലിലെ കൺഫ്യൂഷൻ പറഞ്ഞവർ ആ ഒരു റിയാക്ഷൻ എഴുതുന്നതായിരിക്കാം. അത് അതൊക്കെ നമ്മൾ ക്ലാരിഫൈ ചെയ്തിട്ടേ നമ്മൾ പോവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് നന്നായി മനസ്സിലാക്കി 1-2 തവണ വീഡിയോസ് കണ്ട് ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പോയിൻറ്റ്സ് എഴുതി ശീലിക്കുക. നിങ്ങൾ തന്നെ പോയിൻറ്റ്സ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആകും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിങ്ങനെ വെറുതെ ഇരുന്ന് കേൾക്കാതെ, ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളൊന്ന് സ്ക്രിബിൾ ചെയ്തിട്ട് ഒരു പോയിൻറ്റ് വൈസ് ആയിട്ട് എഴുതിയ, എന്നിട്ട് അതൊന്ന് വായിച്ചിട്ട് ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും. അല്ലാതെ ടെക്സ്റ്റ് എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിൽ പോകാം അല്ലേ? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സെല്ലായിരുന്നു അല്ലേ? ഇലക്ട്രോ കെമിക്കൽ സെല്ല് പറഞ്ഞു അല്ലേ? ഓർമ്മയുണ്ടല്ലോ. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ? ഇലക്ട്രോ കെമിക്കൽ സെൽ ഇസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻടു കെമിക്കൽ എനർജി, ഓർ ഇറ്റ് യൂസ് കെമിക്കൽ എനർജി ടു പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ എനർജി. അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് ഗാൽവനിക് സെല്ല് എന്തായിരുന്നു? ഏത് എനർജിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ കെമിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു അല്ലേ? ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോഴാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. ഫ്ലോ ഓഫ് ചാർജസ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് ശരിക്കും ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത സെല്ലാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ നെക്സ്റ്റ് സെല്ലാണ് ഏതാണ്? ഇലക്ട്രോളിറ്റിക് സെൽ. എന്താണ് ഇലക്ട്രോളിറ്റിക് സെൽ? വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഏരിയയിൽ നിന്ന് ഗാൽവനിക് സെല്ലിനെ ബേസ് ചെയ്തിട്ടും ഇലക്ട്രോളിറ്റിക് സെല്ലിനെ ബേസ് ചെയ്തിട്ടും നിറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം നന്നായി മനസ്സിലാക്കാൻ ഞാൻ പതുക്കെ പറയുള്ളൂ. കുറച്ച് പോർഷൻസ് എടുത്തിട്ട് തന്നെ പോകത്തുള്ളൂ. അപ്പം എന്താണ് ഇലക്ട്രോളിറ്റിക് സെൽ? അപ്പം നിങ്ങൾക്കറിയാം, ഇലക്ട്രോളിറ്റിക് സെൽ ഇസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ഓർ വിച്ച് produce chemical reaction by the usage of electricity. ഈ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻ, ഈ പേരും തന്നെ വിചാരിക്കുക, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന സെല്ലാണ് എന്ത്? ഇലക്ട്രോളിറ്റിക് സെൽ. സോ വാട്ട് ഇസ് an electrolytic cell? Electrolytic cell is a device which produce chemical reaction by the usage of electricity. അപ്പോൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുകയാണ്. അപ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻസ് നടക്കാൻ അവിടെ ഒരു സബ്സ്റ്റൻസ് വേണ്ട, ഒരു കെമിക്കൽ സബ്സ്റ്റൻസ്. ആ സബ്സ്റ്റൻസിനെ പറയുന്ന ഇതിൽ ഓരോ ടേമും നിങ്ങൾ പഠിച്ചിട്ട് പോകണം, 1 മാർക്കിന് ചോദിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, എന്താണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ മുകളിലൊരു ചേഞ്ച് വരുത്തണം. ആ യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. എന്താണ്? ഇലക്ട്രോലൈറ്റ്. സോ വാട്ട് ഈസ് എൻ ഇലക്ട്രോലൈറ്റ്?
the chemical substance which undergo chemical reaction, the chemical substance which undergo chemical reaction during the passage of electricity. Such substances are known as electrolyte. അതൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അതിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം അവിടെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവുകയാണ്. അങ്ങനെ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ്, അതായത് കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റിക് സെൽ ടു പ്രൊഡ്യൂസ് കെമിക്കൽ റിയാക്ഷൻ by the passage of electricity. Such substances are known as electrolyte. ഇനി എന്തൊക്കെ കെമിക്കൽ സബ്സ്റ്റൻസ്, നമുക്ക് എല്ലാ കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ അടുത്ത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് either it will be an acid, ആസിഡ് ആവാം, ആൽക്കലികളാവാം, ആൽക്കലി, ആസിഡ് ആവാം, ആൽക്കലി ആവാം, അല്ലെങ്കിൽ സോൾട്ട് ആവാം. സോൾട്ട് എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ആവാം, പൊട്ടാസ്യം ക്ലോറൈഡ് ആവാം, ഇവിടെ ആൽക്കലികളായ NaOH ആവാം, KOH ആവാം, ആസിഡായ HCl ആവാം, HNO3 ആവാം. ഇതൊക്കെ നമുക്ക് എന്തിന് യൂസ് ചെയ്യാം? ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞത് എന്താണ് ഇലക്ട്രോളിറ്റിക് സെൽ? ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കെമിക്കൽ എനർജി. കെമിക്കൽ എനർജി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് കെമിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ അവിടെ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് വേണ്ടേ? ആ കെമിക്കൽ സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ഓർ ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് പ്രൊഡ്യൂസ് കെമിക്കൽ ചേഞ്ച് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഏതൊക്കെയാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാറ്? ആസിഡുകളുണ്ട്, HCl, HNO3 പോലെ. ആൽക്കലി, ഇത് മാത്രമല്ല, നമുക്ക് പറയുന്ന ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞില്ല. ആൽക്കലികൾ NaOH, KOH, സോൾട്ടുകൾ, അതായത് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് പോലെയുള്ള സോൾട്ടുകൾ. അപ്പോൾ ഇനി ഈ കെമിക്കൽ സബ്സ്റ്റൻസിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ അവിടെ ആ ഇലക്ട്രിസിറ്റി വെറുതെ കൊണ്ട് ഞാൻ അവിടെ കൊണ്ട് ഒരു ബാറ്ററി ആ സബ്സ്റ്റൻസിൽ ഇട്ടാൽ മതി? ഇല്ല. അതിലേക്ക് കണക്ട് ചെയ്യാം, കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെറ്റൽ റോഡ് യൂസ് ചെയ്യാറുണ്ട്. അതിനെ നമ്മൾ പറയും ഇലക്ട്രോഡ്. എന്താ പറയുക? ഇലക്ട്രോഡ്. നേരത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു, ഇതാണ് ഇലക്ട്രോഡ്. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെറ്റൽ ഓർ ദി metal rod or the metal which allow the passage of electricity through it. അതായത് ഒരു മെറ്റലോ മെറ്റൽ റോഡോ ആവാം, അതിലൂടെ ഇലക്ട്രിസിറ്റീന് പാസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ പറയുന്നതാണ് എന്ത്? ഇലക്ട്രോഡ്. സോ ഇലക്ട്രോഡ് അത് ഏത് നല്ല ഇലക്ട്രിക്കൽ കണ്ടക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താ? Electrode is a metal or a metal rod which allow the passage of electricity. എല്ലാ സബ്സ്റ്റൻസ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. There are bad conductors of electricity and good conductors of electricity. അപ്പം നമ്മളിവിടെ ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്ന a metal or a metal rod which allow the passage of electricity through it. Such substances are known as electrode. അപ്പം ഇലക്ട്രോലൈറ്റ് എന്താ? ഇലക്ട്രോഡ് എന്താന്ന് പറഞ്ഞു. ഇനിയാണ് നമ്മൾ ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഒരു പേരുണ്ട്. ആ ഒരു റിയാക്ഷന് നമ്മൾ പറയും ഇലക്ട്രോളിസിസ്. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. എപ്പം? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ട്. ആരെ മുകളിൽ? ഇലക്ട്രോലൈറ്റിൻ്റെ മുകളിൽ. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയും ഇലക്ട്രോളിസിസ്. എന്താണ് ഇലക്ട്രോളിസിസ്? അതൊരു പ്രോസസ്സാണ്, ഒരു പ്രവർത്തനം. ഇലക്ട്രോളിസിസ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് എ കെമിക്കൽ ചേഞ്ച് ഇസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് ദി ഇലക്ട്രോലൈറ്റ് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. സിമ്പിൾ അല്ലേ? നമ്മളെല്ലാ കാര്യം നമുക്കറിയാം. അപ്പം എന്താണ് ഇലക്ട്രോലൈറ്റിക് സെൽ? അതൊരു സെല്ലാണ്, ഒരു പാറ്റല്ലേ സെല്ലെന്ന് പറഞ്ഞാൽ. അതിലെന്താ നടക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുകയാണ്. കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എനർജി. അപ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ് അല്ലേ? അപ്പം ആരെ മുകളിലാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്? ആ കെമിക്കൽ സബ്സ്റ്റൻസിന്റെ പറയുന്ന പേരെന്താണ്? ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇലക്ട്രിസിറ്റി. ഓർ ദേ അണ്ടർഗോ കെമിക്കൽ ഡികമ്പോസിഷൻ ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി ആസിഡ്, ആൽക്കലി ഓർ സോൾട്ട്. ദെൻ കംസ് ഈ ഇലക്ട്രിസിറ്റി ഇലക്ട്രോലൈറ്റിലേക്ക് എത്താനുള്ളൊരു കണ്ടക്ടർ വേണം. അവരെ നമ്മൾ എന്ത് പറയും? Electrodes. So electrodes are the metal rod which allows the passage of electricity. ഇനി ഈ പ്രോസസ്സിന് ഒരു പേര് വേണ്ടേ? ആ പ്രോസസ്സിന്റെ പേരാണ് ഇലക്ട്രോളിസിസ്. Electrolysis is a process by which a chemical change is taking place at the electrolyte by the passage of electricity. ഇത്രയും മനസ്സിലായോ? ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നടക്കുന്നത്. ഇനി ഇതാണ് നമ്മൾ ഗാൽവനിക് സെല്ലിൽ എന്തായിരുന്നു ചെയ്തത്? ഒരു മെറ്റൽ റോഡ് അതിൻ്റെ തന്നെ സൊല്യൂഷനിൽ, വേറൊരു മെറ്റൽ റോഡ് അതിൻ്റെ തന്നെ സൊല്യൂഷനിൽ, എന്നിട്ട് അവരെ നമ്മൾ കണക്ട് ചെയ്യുമായിരുന്നു. അവിടെ എന്തായിരുന്നു നമുക്ക് ആവശ്യം? നമുക്ക് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യലായിരുന്നു ആവശ്യം.
ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടു ഇലക്ട്രോഡ്സ്, ഇപ്പോൾ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ടു ഇലക്ട്രോഡ്സ് ആർ പ്ലേസ്ഡ് ഇൻസൈഡ് എ കണ്ടെയ്നർ. നമ്മളൊരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ 2 ഇലക്ട്രോഡിനെയും വെക്കുകയാണ്. ആ കണ്ടെയ്നറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ദാറ്റ് ഷുഡ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇറ്റ് ഷുഡ് ബി എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മളൊരു ആ കണ്ടക്ടർ, നിങ്ങൾക്ക് ആവശ്യമില്ല, ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് എന്നാ പറയാതൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു ബീക്കർ എടുത്തു, ടു വിച്ച് വി ആർ ഇൻസേർട്ടിങ് 2 മെറ്റൽ റോഡ്സ്. എന്തിനായി 2 മെറ്റൽ റോഡ്സ് പറഞ്ഞുതരാം നമുക്ക്. എന്നിട്ട് ഈ മെറ്റൽ റോഡ് എന്തിലാണ് ഡിപ്പ് ചെയ്യേണ്ടത്? കെമിക്കൽ റിയാക്ഷൻ നടക്കണ്ടേ. അപ്പോൾ ആരെയാണ് ഡിപ്പ് വെക്കുക? നമ്മളവിടെ ഇലക്ട്രോലൈറ്റിനെയാണ് ഡിപ്പ് ചെയ്യുക. ഇലക്ട്രോലൈറ്റ് സബ്സ്റ്റൻസിനെയാണ് അതിൽ ഫില്ല് ചെയ്തിരിക്കുക. സോ 2 മെറ്റൽ റോഡ്സ് ആർ ഡിപ്ഡ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ്. ഇനി ശ്രദ്ധിക്കണം, ഈ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം സോളിഡ് സ്റ്റേറ്റിലാണ്. ഒരു സബ്സ്റ്റൻസ്, അതായത് ഒരു ഇലക്ട്രോലൈറ്റ് ഒന്നെങ്കിൽ അതിൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് ഉരുകണം. അതായത് ഇറ്റ് ഷുഡ് ബി ഇൻ മെൽറ്റഡ് സ്റ്റേറ്റ്, മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കണം. അങ്ങനെയുള്ള സബ്സ്റ്റൻസിന് മാത്രമേ ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി വഴി കണ്ടക്ഷൻ പോസിബിളോ അല്ലെങ്കിൽ അവിടെ ഒരു chemical reaction possible ആവുള്ളൂ. So an electrolyte which we are using should be in the aqueous state. Aqueous state, it should be dissolved in water or it should be in a molten state. ഒരിക്കലും സോളിഡ് സ്റ്റേറ്റിൽ ഈ ഇലക്ട്രോലൈറ്റ്സിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അത് ആ പോയിന്റ് നല്ലോണം മനസ്സിൽ വേണം. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. So we have 2 metal rods. One metal rod is connected to the positive terminal of the battery. Battery വേണമല്ലോ കറണ്ട് പാസ് ചെയ്യേണ്ട. And the other metal rod is connected to the negative end of the battery. And these two are dipped in a metal solution, electrolyte solution. Electrolyte solution നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ. ഒരു ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. 2 മെറ്റൽ റോഡ്സ് ഉണ്ടാവും. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി പോസിറ്റീവ് എൻഡ് ഓഫ് എ ബാറ്ററി ആൻഡ് ദ അതർ വൺ ഇസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് എൻഡ് ഓഫ് ദി ബാറ്ററി ആൻഡ് ഇറ്റ് ഈസ് ഡിപ്ഡ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. അത്രയും പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി ആനോഡും കാത്തോഡിൻ്റെ ഡെഫിനിഷൻ ഒരിക്കലും മാറൂല. എന്താണ് ആനോഡ്? ആനോഡ് ഇസ് ദ പ്ലേസ് വെയർ, ഞാൻ എപ്പോഴും പറയും ആനോഡ് നിങ്ങൾ ക്യാപിറ്റലിൽ എഴുതിയാൽ നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട വെച്ചിട്ടുണ്ടാ. എയും ഒയും ഒരുപോലെ. സോ ആനോഡ് ഇസ് ദ പ്ലേസ് വെയർ എന്റെ ഒരു വാല് വായിച്ച എന്താ സ്മോൾ ലെറ്റർ എന്റെ ഒ ആയി. സോ ആനോഡ് ഇസ് ദ പ്ലേസ് വെയർ ഓക്സിഡേഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ്. ആനോഡ് ഇസ് ദ പ്ലേസ് വെയർ ഓക്സിഡേഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ് ആൻഡ് കാത്തോഡ് ഇസ് ദ place where reduction is taking place. അല്ലേ, റിഡക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്ന സ്ഥലത്തിന് നമ്മൾ എന്താ പറയുക? കാത്തോഡ്. ഇത് ഒരിക്കലും മാറരുത്. ആനോഡിൻ്റെയും കാത്തോഡിൻ്റെയും പ്രോസസ്സ് ഒരു കാലത്തും മാറില്ല. സോ ആനോഡ് ഇസ് എ പ്ലേസ് where oxidation take place and cathode is a place where reduction take place. So in an electrolytic cell, the cell which is connected or the electrode which is connected to the positive, നമുക്കറിയാലോ ബാറ്ററിയിലെ വലിയ വരെയും ചെറിയ വരെയും അല്ലേ, വലിയ വരെയും നമ്മൾ എന്താ പറയുക? പോസിറ്റീവ്. ചെറിയ വരയ്ക്ക് എന്താ പറയുക? നെഗറ്റീവ്. അതും ആലോചിക്കാൻ എളുപ്പമാണ്. എപ്പോഴും നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ കുറച്ചും നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കുറേയും വേണം. അപ്പോൾ പോസിറ്റീവ് ബാറ്ററീൻ്റെ റെപ്രസെൻറ്റേഷനിൽ വലിയ വര എപ്പോഴും പോസിറ്റീവാണ്. നമുക്ക് എപ്പോഴും ഞാൻ പറയുന്നൊരു കോഡാട്ടോ. ഞാൻ പഠിക്കുമ്പോൾ ഞാൻ അതാ ചിന്തിക്കുക. കാരണം പോസിറ്റീവ്, നല്ല പോസിറ്റീവ് വേണം. എല്ലാവരും എപ്പോഴും പറയും നല്ല പോസിറ്റീവ് ചിന്തിക്കും, നെഗറ്റീവ് അല്ലേ. അപ്പോൾ പോസിറ്റീവ് എന്ന് പറയുന്ന ബാറ്ററീൻ്റെ ടേമിൽ എപ്പോഴും വലിയ വരയും, നെഗറ്റീവ് എന്ന് പറയുന്നത് ചെറിയ വരയാണ്. സോ the electrode which is connected to the positive end of the battery is known as the anode. ഈ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ പോസിറ്റീവായിട്ടുള്ള ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡാണ് പറഞ്ഞത്. ഗാൽവനിക് സെല്ല് നന്നായി പഠിച്ച ആൾക്കാർക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ വരും. നമ്മുടെ ആനോഡായിട്ട് ഗാൽവനിക് സെല്ലിൽ പറഞ്ഞ സിങ്ക് നെഗറ്റീവായിരുന്നു. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അതാണ് ഞാൻ അപ്പോൾ പറയുമ്പോഴും പറഞ്ഞു, നമ്മുടെ ഇലക്ട്രോലൈറ്റിക് സെല്ലും ഗാൽവനിക് സെല്ലിലും ആനോഡിൻ്റെയും പോസിറ്റീവിൻ്റെയും സൈന് വ്യത്യാസമുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ ആനോഡ് തന്നെ ഓക്സിഡേഷൻ എവിടെയാണോ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ്, ദ മെറ്റൽ ഇലക്ട്രോഡ്, ദ ഇലക്ട്രോഡ് ഇൻ എൻ ഇലക്ട്രോലൈറ്റിക് സെൽ വിച്ച് ഇസ് പോസിറ്റീവ്ലി കണക്റ്റഡ് ഓർ വിച്ച് ഇസ് കണക്റ്റഡ് ടു എ പോസിറ്റീവ് എൻഡ് ഓഫ് ദി ബാറ്ററി ഇസ് നോൺ ആസ് ദി ആനോഡ്. And the negative metal electrode which is connected to the negative end of the battery is known as the cathode. പക്ഷേ ഗാൽവനിക് സെല്ലിൽ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്തായിരുന്നു? പോസിറ്റീവ് ഇലക്ട്രോഡ് കാത്തോഡും. ഞാൻ അതിനൊരു കോഡ് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഗാൽവനിക് സെല്ല്, ഇതാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റിക് സെല്ല് കേട്ടോ.
രണ്ടാളതിലും ഞാൻ പറഞ്ഞു ആനോഡ് എന്ന് പറഞ്ഞ ഏത് സെല്ലായിക്കോട്ടെ അത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ നടക്കുന്ന സെല്ലാണ്. കാത്തോഡ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ നടക്കുന്നതാണ്. അപ്പം ഗാൽവനിക് സെല്ലിൽ ആനോഡും കാത്തോഡും ഉണ്ട്. ഇതിലും ആനോഡും കാത്തോഡും ഉണ്ട്. രണ്ടിലും ആനോഡിലാണ് ഓക്സിഡേഷൻ, രണ്ടിലും കാത്തോഡിലാണ് റിഡക്ഷൻ. ഓക്കെ, സൈനിലാണ് വ്യത്യാസം. ഗാൽവനിക് സെല്ലിലെ ആനോഡ് എന്ന് പറയുന്നത് നെഗറ്റീവും ഗാൽവനിക് സെല്ലിലെ കാത്തോഡ് എന്ന് പറയുന്നത് പോസിറ്റീവുമാണ്. പക്ഷേ ഇലക്ട്രോളിറ്റിക് സെല്ലിലെ ആനോഡ് പോസിറ്റീവും ഇലക്ട്രോളിറ്റിക് സെല്ലിലെ കാത്തോഡ് നെഗറ്റീവുമാണ് കേട്ടോ. അപ്പം അതിന് ഞാൻ എപ്പോഴും ഒരു കോഡ് പറഞ്ഞു കൊടുക്കുക എന്താ വെച്ചാൽ, എക്സാമിന് എപ്പോഴും നമുക്ക് എന്ത് കിട്ടണം എന്ന് ആഗ്രഹം? A+. എക്സാമിന് A+ കിട്ടാൻ, അതായത് ഇലക്ട്രോളിറ്റിക് ഈ എക്സാം ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ എക്സാമിന് എനിക്ക് എപ്പോഴും A+ കിട്ടണം. അപ്പോൾ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവ്, അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോളിറ്റിക് സെല്ലിൽ കാത്തോഡ് നെഗറ്റീവ്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? ഗാൽവനിക് സെല്ല്. ഗാൽവനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവും കാത്തോഡ് പോസിറ്റീവുമാണ്. അപ്പോൾ അത് മാത്രം ഈ ഒരു കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാലത്തും തെറ്റത്തില്ല. ഇലക്ട്രോളിറ്റിക് സെല്ലും ഗാൽവനിക് സെല്ലും ഉണ്ട്. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവ്, എക്സാമിന് A+ കിട്ടണം. അതാണല്ലോ നമ്മൾ എപ്പോഴും വിചാരിക്കുക. അപ്പോൾ എക്സാമിന് A+ കിട്ടണം എന്നുള്ളതുകൊണ്ട് ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മെറ്റൽ ഇലക്ട്രോഡ്സ് ഉണ്ട്, 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. One is connected to the positive end of the battery and other is connected to the negative end of the battery. The electrode which is connected to the positive end of the battery is known as the anode, and the electrode which is connected to the negative end of the battery is known as the cathode. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് ആണ് എടുക്കുന്നത്. ഇലക്ട്രോലൈറ്റ്സ് ആണല്ലോ എടുക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോഡ്, അതായത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് വെൻ വി ആർ പാസിങ് ഇലക്ട്രിസിറ്റി ത്രൂ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത സമയത്ത് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം ഇലക്ട്രോലൈറ്റിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. ആ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നതിനുള്ളൊരു സെല്ലാണ് എന്ത്? ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞു. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രോളിസിസ് എന്ന് പറയും. ഇതിൽ ആനോഡ് ഉണ്ട്, കാത്തോഡ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇറ്റ് ഇസ് കണക്റ്റഡ് ടു എ ബാറ്ററിയാണ്. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ, കൺഫ്യൂഷൻ ഇല്ല. നൗ വി ആർ ഗോയിങ് വിത്ത് ദ ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. എന്താണ് ഇലക്ട്രോളിസിസ്? ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലാണ് ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് a chemical substance, a chemical reaction is undergone by the passage of electricity. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ പോവുകയാണ്. എപ്പം? നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ. ഇവിടെ ആർക്കാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ പോകുന്നത്? NaCl. അപ്പം നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. ഏത് സോഡിയം ക്ലോറൈഡ് ആണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്? ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡും എക്വസ് സോഡിയം ക്ലോറൈഡുമാണ്. മോൾട്ടൺ എന്ന് ഞാൻ പറഞ്ഞു ഉരുകിയ, മെൽറ്റ് ആയിട്ടുള്ള, അതായത് ഒരിക്കലും സോഡിയം ക്ലോറൈഡ് ആസ് സച്ച്, അതായത് സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്ത് കോമ്പൗണ്ട് ആണ്? ഇറ്റ്സ് എൻ അയോണിക് കോമ്പൗണ്ട്. ഓർമ്മയുണ്ടല്ലോ 9th പഠിച്ചത്? അയോണിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. Na+ഉം Cl- കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇലക്ട്രോൺസിനെ കൊടുക്കൽ വാങ്ങലൊക്കെ ഓർമ്മയുണ്ടാവും. സോഡിയം അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുകയാണ് ക്ലോറിന്, എന്നിട്ട് അവർ തമ്മിൽ എന്തുണ്ടായത്? ഒരു അയോണിക് ബോണ്ട് ഉണ്ടായതാണ്. സോ ഈ സോഡിയം ക്ലോറൈഡിൽ അയോൺസ് ആണ് ഉള്ളത് അല്ലേ? ചാർജ് പാർട്ടിക്കിളായിട്ടുള്ള Na+ഉം Cl- ഉള്ളത്. അപ്പം ഈ അയോണിക് ബോണ്ടിൽ നമ്മൾ സോളിഡ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയായിരിക്കും. നമ്മളൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ, ഒന്ന് മോൾട്ടൺ ആക്കി കഴിഞ്ഞാൽ ദീസ് അയോൺസ് ക്യാൻ ഈസിലി മൂവ്. അല്ലെങ്കിൽ അവരൊന്ന് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താലും ദീസ് അയോൺസ് ക്യാൻ ഈസിലി മൂവ്. അപ്പം നമുക്കറിയാം കറണ്ട് പാസ് ചെയ്യുമ്പം ഈ അയോൺസ് മൂവ് ചെയ്യണം, എന്നാലേ അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്താണ്? അത് ഒന്നെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ എ മെൽറ്റഡ് സ്റ്റേറ്റ്, അതായത് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ എക്വസ് സോഡിയം ക്ലോറൈഡ്. സോ വി ആർ ക്യാരിങ് ഔട്ട് ആൻ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. മോൾട്ടൺ എന്ന് പറഞ്ഞാൽ വെറും സോഡിയം ക്ലോറൈഡ് മാത്രം വെച്ചിട്ട്. അപ്പം ഞാൻ ഈ സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്ത സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. എന്നിട്ട് ഇലക്ട്രിസിറ്റി ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് നടക്കും? ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഇറ്റ് ഗെറ്റ് അണ്ടർഗോ ഡിസോസിയേഷൻ. അത് ബ്രേക്ക് ചെയ്തിട്ട് Na++ഉം Cl- അതായത് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൽ ഞാൻ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത സമയത്ത് അതങ്ങ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് Na+ഉം Cl- സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കും. വെറുതെ മാറി നിൽക്കുമോ? ഇല്ല.
Na+ అనేది പ്ലസ് ചാർജും Cl മൈനസ് ചാർജുമാണ്. അപ്പം ഇവിടെ 2 ഇലക്ട്രോഡ് ഉണ്ട്. ആരൊക്കെയാണ്? ആനോഡ് എന്ന് പറഞ്ഞ ഇലക്ട്രോഡ്. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് എന്താ? പോസിറ്റീവ് ചാർജും കാത്തോഡിൽ ഏത് ചാർജ്? നെഗറ്റീവ് ചാർജും. നമുക്കറിയാം എപ്പോഴും ഓപ്പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല അട്രാക്ഷൻ ആയിരിക്കും അല്ലേ? ഈ വെള്ളത്തിൽ കിടക്കുന്ന Na+ Cl- വെള്ളത്തിലല്ല ഇലക്ട്രോലൈറ്റ് ആയിട്ട് കിടക്കുന്ന ആളിൽ Na+ ഓടി നെഗറ്റീവിൻ്റെ അടുത്തേക്ക് പോകും. ഓപ്പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോണിൻ്റെ. Cl- നേരെ എങ്ങോട്ടാവും? പോസിറ്റീവ് ചാർജുള്ള ആനോഡിൻ്റെ അടുത്തേക്ക്. സോ Cl- വിൽ ബി മൂവിങ് ടുവേർഡ്സ് ആനോഡ്. Cl- എന്ത് ചെയ്യും? ആനോഡിൻ്റെ അടുത്ത് പോയി നിൽക്കും. കാത്തോഡിൻ്റെ അടുത്ത് ആരാ പോയി നിൽക്കുക? Na+ പോയി നിൽക്കും. ആരാ നിൽക്കുന്നത്? കാരണം കാത്തോഡിന് നെഗറ്റീവ് ചാർജാണ്. Na+ ഓടി കാത്തോഡിൻ്റെ അടുത്ത് പോകും. ഈ ആനോഡിൽ ഏത് റിയാക്ഷനാണ് നടക്കുക? അതും അറിയാലോ. എന്താണ്? ഓക്സിഡേഷൻ അല്ലേ? ഓക്സിഡേഷൻ. അതും ഞാൻ കോഡായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്സിഡേഷൻസിൻ്റെ ഫസ്റ്റത്തെ O 0 ആണെന്ന് വിചാരിക്കുക. നമുക്ക് മാർക്ക് ലൂസ് ചെയ്യുമ്പോൾ എന്തായി പോകും? 0. സോ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ ലോസ് ചെയ്യണം. നല്ലോണം മനസ്സിലാക്കിക്കോളൂ കേട്ടോ. കാരണം കുറേ ആൾക്കാർക്ക് ഇങ്ങനത്തെ റിയാക്ഷൻ എഴുതുന്നതാണ് കുറച്ച് കൺഫ്യൂഷൻ. അപ്പം ആനോഡിൻ്റെ അടുത്ത് ആരെത്തി? നെഗറ്റീവ്ലി ചാർജ്ഡ് Cl. ഈ ക്ലോറിൻ എപ്പോഴാണ് നെഗറ്റീവ് ചാർജ് കിട്ടുന്നത്? ഒരാറ്റം എപ്പോഴാണ് നെഗറ്റീവ് ചാർജ് ആവുന്നത്? അതിൻ്റെ കയ്യിൽ എക്സ്ട്രാ ഇലക്ട്രോൺ വരുമ്പോൾ. ഞാൻ വീണ്ടും ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞൊരു ആറ്റത്തിൻ്റെ കയ്യിൽ നമുക്കറിയാം ഏതൊരു ആറ്റത്തിലും പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും നമ്പർ ഈക്വൽ ആണല്ലോ. ഏതൊരു എലിമെൻ്റ് എടുത്താലും ആറ്റം എടുത്താൽ ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ. എൻ്റെ കയ്യിൽ 5 പ്രോട്ടോണും ഉണ്ട്, 5 ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ എന്ന് പറയുന്ന ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഒരു ഇലക്ട്രോണിനെ വാങ്ങിയാൽ അതിൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ കൂടും. ബട്ട് അതിൻ്റെ കയ്യിൽ പ്രോട്ടോൺ കൂടുന്നുണ്ടോ? ഒരിക്കലും കൂടില്ല. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ആളാണ്. ഇതൊക്കെ നിങ്ങൾ 8th 9th പഠിക്കുന്ന കാര്യമാണ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ അതിൽ ഒരു ചേഞ്ചും വരില്ല. സോ ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞ ന്യൂട്രൽ ആയിരിക്കുന്ന ആറ്റം ഇപ്പം A നെഗറ്റീവ് ആവും. എന്തുകൊണ്ടാണ്? 5 പ്രോട്ടോണും 5 ഇലക്ട്രോണും ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ വാങ്ങിയിട്ട് എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ അവിടെ കൂടി. സോ ഇറ്റ് വിൽ ബി ഹാവിങ് എക്സ്ട്രാ നെഗറ്റീവ് ചാർജ്. ഇനി ഇതേ കേസ് തന്നെ എന്ന് പറഞ്ഞ 5 പ്രോട്ടോണും 5 ഇലക്ട്രോണും ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോണിനെ വേറൊരാൾക്ക് കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പം അത് എത്രയായി? 5 പ്രോട്ടോണും 4 ഇലക്ട്രോണും. 5 പ്രോട്ടോൺ 4 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അവിടെ ഏത് ചാർജാണ് കൂടുതൽ? പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പ്ലസ് ചാർജ്. അപ്പോൾ എക്ക് ഇപ്പം ഏത് ചാർജാണ് കൂടുതൽ? ഇപ്പം ഒരു അയോണായി. എന്ത് അയോൺ? പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ. ഇത്രയും കാര്യം ഓർമ്മയുണ്ടല്ലോ 9th പഠിച്ചത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കാരണം ഡാനിയൽ സെൽ ആരോ എന്നോട് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞത്. അത് എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ റിയാക്ഷനാണ് പ്രശ്നം. സോ Cl- ആനോഡിൻ്റെ അടുത്ത് എത്തിയല്ലോ അല്ലേ നമ്മുടെ പോസിറ്റീവ് ചാർജ്. അപ്പം ഇനി Cl ഓക്സിഡേഷൻ നടക്കണം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോണിനെ കൊടുക്കണം. ഇവിടെ ഓൾറെഡി 1 എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഇലക്ട്രോൺ അതങ്ങ് ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലോറിൻ എന്ത് ചാർജ് കിട്ടി? അതിൻ്റെ കയ്യിലൊരു എക്സ്ട്രാ ഇലക്ട്രോൺ അത് പോയി. ഇപ്പോൾ ക്ലോറിൻ എന്തായി? ന്യൂട്രലായി. ക്ലോറിൻ ആറ്റമായിട്ട് തന്നെ നിൽക്കും. പക്ഷെ ക്ലോറിൻ ഒരു പ്രശ്നമുണ്ട്. ക്ലോറിൻ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ഓൾവേസ് കമ്പൈൻ വിത്ത് അനദർ ക്ലോറിൻ ആറ്റം. എന്നിട്ട് ക്ലോറിൻ മോളിക്യൂൾ ആയിട്ടേ നിൽക്കത്തുള്ളൂ. എപ്പോഴും ക്ലോറിൻ, ഓക്സിജൻ അതേപോലത്തെ എലിമെൻറ്റ്സ് ഒക്കെ എപ്പോഴും കമ്പൈൻ ചെയ്യണം. അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ കുറേ ക്ലോറിൻ ഉണ്ടാവുമല്ലോ. ഈ സോഡിയം ക്ലോറൈഡിലെ ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ കുറേ സോഡിയം ക്ലോറൈഡ് ഇങ്ങനെ ഇതേപോലെ വേറൊരു ക്ലോറിനും കൂടെ ഉണ്ടാവും. ആ ക്ലോറിൻ്റെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇവർ ക്ലോറിൻ Cl2 മോളിക്യൂളാണ്. ക്ലോറിൻ വിൽ എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് എ ഗ്യാസ്. ക്ലോറിൻ മോളിക്യൂൾ ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക? ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. സോ അത് ആനോഡിൽ ഇവിടെ ഗ്യാസ് ആയിട്ട് ലിബറേറ്റ് ചെയ്ത് പോകും, പുറത്തേക്ക് പോകും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നമ്മുടെ കാത്തോഡിൽ ആരാ പോയിരിക്കുന്നത്? കാത്തോഡിൽ Na+ ആണ് പോയത്. കാത്തോഡിൽ എന്താ? ആനോഡിൽ ഓക്സിഡേഷനാണ്, കാത്തോഡിൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോണിനെ വാങ്ങണം. ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ സോഡിയം കാത്തോഡിൻ്റെ അടുത്ത് പോയിട്ട് ആ മെറ്റലിൻ്റെ മുകളിലൊരു ഇലക്ട്രോൺ എങ്ങനെ എടുക്കും. എന്നിട്ട് എന്ത് പറ്റും? സോഡിയം പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Na കയ്യിൽ
ഒരു ഇലക്ട്രോൺ കുറവാണ്, ആർക്കോ കൊടുത്തുപോയി. അതുകൊണ്ടാണ് പ്ലസ് ചാർജ് അവിടെ വന്നത് അല്ലേ. ഇലക്ട്രോണിനെ ആർക്കോ കൊടുത്തുപോയി. അപ്പോൾ അതിലൊരു ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തായി? പണ്ടത്തെ പോലെ അത് ന്യൂട്രലായി. മനസ്സിലായോ? ന്യൂട്രൽ ആറ്റമായി അല്ലെങ്കിൽ സോഡിയം ആറ്റം. ഈ സോഡിയം എന്ത് ചെയ്യും? ഈ കാത്തോഡിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇൻ ദ ഫോം ഓഫ് സോഡിയം മെറ്റൽ വിൽ ബി ഡെപ്പോസിറ്റിംഗ് ഓൺ ദി കാത്തോഡ്. എപ്പോഴും എക്സാമിന് എങ്ങനെ ചോദിക്കാമെന്നറിയോ? Which gas is deposited or liberated? Which gas is liberated in the electrolysis of molten sodium chloride, and which metal is deposited in the electrolysis of molten sodium chloride? അപ്പം നമുക്കറിയണം എന്താണ് നമ്മൾ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൻ സോഡിയം ക്ലോറൈഡ് എന്ന് ചിന്തിക്കും. സോഡിയം ക്ലോറൈഡിലൂടെ ഞാൻ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പം Na+ഉം Cl- അത് സ്പ്ലിറ്റ് ചെയ്തു. അപ്പം നമുക്കറിയാം ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവും കാത്തോഡ് എന്ന് പറയുന്ന ഇലക്ട്രോഡ് നെഗറ്റീവുമാണ്. ഓപ്പോസിറ്റ് ചാർജായ ആൾക്കാർ ഓടും ഓപ്പോസിറ്റ് ചാർജിൻ്റെ അടുത്തേക്ക്. എന്ത് ചെയ്യും? Cl- ഓടി പ്ലസിൻ്റെ അടുത്തായ ആനോഡിൻ്റെ അടുത്തും Na+ ഓടി കാത്തോഡിൻ്റെ അടുത്തും വന്ന് നിൽക്കും. അപ്പം Cl- എന്ത് ചെയ്യും? ആനോഡ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷനാണ്, ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. Cl എന്ത് ചെയ്യും? അതിൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ അങ്ങ് ലൂസ് ചെയ്തിട്ട് Cl ആയിട്ട് നിൽക്കും. Cl ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അത് വേറെ ഒരു Cl-മായി കമ്പൈൻ ചെയ്ത് ക്ലോറിൻ ഗ്യാസാണ്. ഇനി കാത്തോഡിൽ എന്താ നടക്കുന്നത്? കാത്തോഡിൽ സോഡിയം എന്ത് ചെയ്യും? അതിന് ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ, ഈ കാത്തോഡിൻ്റെ അടുത്ത് നിന്ന് ഒരു ഇലക്ട്രോണെ കിട്ടി അത് റിഡക്ഷൻ ചെയ്തിട്ട് സോഡിയം മെറ്റലായിട്ട് കാത്തോഡിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ കാത്തോഡും ആനോഡും പഠിച്ചു. ഇനി ഞാൻ ഈ പോസിറ്റീവ് അയോൺ നെഗറ്റീവ് അയോൺ എന്നല്ല പറയാം. നമുക്കൊരു പേരുണ്ട്, കാറ്റയോൺ എന്നും ആനയോൺ എന്നും. എന്താണ് ഈ കാറ്റയോണും? കാത്തോഡിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്ന അയോണുകളെ പറയുന്ന പേരാണ് കാറ്റയോണും. ദ അയോൺസ് വിച്ച് മൂവ് ടുവേർഡ്സ് ദി ആനോഡ് ആർ നോൺ ആസ് ആനയോൺസ്. Cations are the ions which move towards the cathode, and anions are the ions which move towards the anode. കാര്യം മനസ്സിലാവണല്ലോ. കാത്തോഡ് എന്താണ്? അപ്പോൾ നമുക്ക് ആദ്യം ആനോഡ് പറയാം. ആനോഡ് എന്താ? പോസിറ്റീവ്ലി ചാർജ്. അപ്പോൾ ആനയോൺ എന്താ? ദ അയോൺ വിച്ച് ഇസ് മൂവിങ് ടുവേർഡ്സ് ആനോഡ്. ആനോഡ് പോസിറ്റീവാണ്. പോസിറ്റീവിൻ്റെ അടുത്തേക്ക് ആരാ മൂവ് ചെയ്യുക? നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് ഉള്ളത് എന്തായിരിക്കും പറയുക? ആനയോൺ. സോ ആനയോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ആനയോൺസ് എന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ കാറ്റയോൺസ് എന്താ? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. കാത്തോഡ് എന്താണ് ഇവിടെ? കാത്തോഡ് എന്ന് പറയുന്നത് നെഗറ്റീവാണ് അല്ലേ. നെഗറ്റീവിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്ന അയോണുകളെയാണ് നമ്മൾ എന്ത് പറയുക? നെഗറ്റീവായിട്ടുള്ള കാത്തോഡിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്ന അയോൺ നമ്മൾ കാറ്റയോൺസ് എന്ന് പറയും. നെഗറ്റീവായിട്ടുള്ള കാത്തോഡിൻ്റെ അടുത്തേക്ക് ആരാ മൂവ് ചെയ്യുക? പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആർ നോൺ ആസ് കാറ്റയോൺസ്. ഈ കാറ്റ് അയോൺസിനെ ഞാൻ ഒരു കോഡും കൂടെ പറയാറുണ്ട്. അതായത് കാറ്റുകളെ കാണുമ്പം, അതായത് കാറ്റിനൊക്കെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ്നെസ് വരുമല്ലേ. അപ്പം കാറ്റയോൺസ്, അപ്പം ആനയെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ്. ആനയോൺസ് നെഗറ്റീവ്. പേടി എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണല്ലോ. ആനയോൺസ് കാണുമ്പം നമുക്ക് നെഗറ്റീവ് ഫീലിംഗ്. അപ്പോൾ ആനയോൺസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാറ്റയോൺസ് അതായത് ക്യൂട്ട് എന്നൊക്കെ പറയുമല്ലോ. നമ്മളിപ്പോൾ ഒരു പോസിറ്റീവ് ചാർജാണ് കാറ്റയോൺസ്. അതൊക്കെ കോഡായിട്ട് പഠിക്കും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു കാര്യം പഠിച്ചാൽ എക്സാമിന് A+ വേണം. അതായത് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവാണ്. ഈ ഒരൊറ്റ കൺസെപ്റ്റ് മതി, നമുക്ക് എല്ലാ കാര്യം പറയാൻ പറ്റും. അപ്പം ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി ഡൗട്ട് ഉണ്ടാവുമോ ഇതിൽ? നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഈ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് മാത്രമാണ് പറയുന്നത്. കാരണം നെക്സ്റ്റിൽ കുറച്ചുകൂടെ റിയാക്ഷൻസ് പറയാനുണ്ട്. അപ്പോൾ ഇത് നന്നായി പഠിക്കണം കേട്ടോ. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സെൽ എന്താ നിങ്ങൾക്കറിയാം. അതിൽ ഇലക്ട്രോലൈറ്റ് വേണം, ഇലക്ട്രോഡ് വേണം. ഇലക്ട്രോലൈറ്റ് എന്ന സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഓർ വിച്ച് അണ്ടർഗോ കെമിക്കൽ ചേഞ്ച് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രോഡ് എന്താ? ദ മെറ്റൽ റോഡ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോഡ് എന്ന് പറയുക. പിന്നെ നമുക്ക് എന്താ പറയാനുള്ളത് ഇവിടെ? സോഡിയം ക്ലോറൈഡ് കാത്തോഡ് എന്ന് പറഞ്ഞാൽ, ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡാണ്. ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോഡാണ്. കാത്തോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോഡാണ്. ഇനി ആനോഡിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്ന അയോൺസിനെ നമ്മൾ ആനയോൺസ് എന്നും കാത്തോഡിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്ന അയോൺസിനെ കാറ്റയോൺസ് എന്നും പറയും. Cations are positively charged particle and anions are negatively charged particle. And at the anode, during electrolysis of molten sodium chloride, chlorine gas is liberated at the anode and sodium metal is deposited at the
കാത്തോഡ്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. കെമിക്കൽ റിയാക്ഷൻസ് ചോദിക്കാറുണ്ട്. വിച്ച് ആർ ദി കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ഇൻ ദ ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ചോദിക്കാറുണ്ട്. വാട്ട് കെമിക്കൽ റിയാക്ഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ ദി ആനോഡ് ആൻഡ് കാത്തോഡ് ഡ്യൂറിങ് ദ ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഇതിൽ നിന്ന് ഞാൻ പറയാം, പല ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റും. അപ്പം നല്ല തറുവാക്കി പഠിക്കണം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു തരും, അതിനാണല്ലോ ഈ ക്ലാസ്. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാനാണ് നിങ്ങളുടെ ക്ലാസ്. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ലെസൻ്റെ നല്ലൊരു എക്സാം തന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യു ക്യാൻ ഡു ദ എക്സാം. അത് എപ്പോഴും ആയിക്കോട്ടെ. ഞാൻ അത് കുറച്ച് കുട്ടികൾ നേരത്തെ ചാനൽ വന്ന് കണ്ടു, അവർ പഠിച്ചു കഴിഞ്ഞപ്പം അവർക്ക് ടെസ്റ്റ് ഇട്ടു. അത് വിചാരിച്ച് ഇത് അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, എനിക്കിപ്പോൾ ചെയ്യാവൂ, അങ്ങനെയില്ല. ഓരോ ലെസൺ കഴിഞ്ഞാലും നമ്മൾ ടെസ്റ്റ് പേപ്പർ നടത്തും. അത് നിങ്ങൾ കൃത്യമായി ചെയ്ത് നോക്കണം. പഠിച്ചു കഴിഞ്ഞിട്ട് വെറുതെ വന്നിരുന്ന് ചെയ്യരുത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണം. ഓക്കെ, ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ സ്റ്റഡീസ് ഫോർ ദിസ് ലെസൺ എന്നിട്ട് വന്നിരുന്ന് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എവിടെയാണ് ആൻസേഴ്സ് മിസ്സായി പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഏരിയ ഒന്നുകൂടെ പഠിക്കാൻ പറ്റും. അപ്പം അല്ലാതെ ഇത് അന്നിട്ട ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് പഠിക്കുന്നത്, അങ്ങനെ വിചാരിക്കരുത്. ഇത് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ച് ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതന്നെയാണ് നമ്മൾ ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങളത് സീരിയസ് ആയി തന്നെ കാണുക. കാരണം സീരിയസ് ആയി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ്. എക്സ്ട്രാ കാര്യങ്ങളാണ് ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. എന്നിട്ട് ഞാനതിൻ്റെ ആൻസറും ഇട്ടിട്ടുണ്ടാവും. ഓരോ ലെസൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതേ പ്ലേലിസ്റ്റ്, അതായത് അതേ ഫോൾഡറിൽ തന്നെ ഉണ്ടാവും. അവരുടെ ആൻസേഴ്സും അതേ ഫോൾഡറിൽ. അപ്പോൾ ആദ്യം നന്നായി ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ ചെക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഇപ്പോൾ ടാബിൽ പോസ്റ്റ് ചെയ്യും, കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യും ഇന്ന ദിവസം ഇന്ന എക്സാം എന്നുള്ളത്. നിങ്ങളൊന്ന് അത് ലെസൺ ഒന്ന് പഠിച്ച് തീർത്തിട്ട് ആ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആവും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യമൊക്കെ കമൻസിലിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.